എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ PSCയുടെ പുതിയ കുറേ പരിഷ്കാരങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പ്രായപരിധിയൊക്കെ കൂട്ടി. അപ്പം മടിച്ചു നിൽക്കാതെ എല്ലാവരും പഠനത്തിലേക്ക് ഉഷാറായിട്ടൊന്ന് കാലെടുത്ത് വയ്ക്കുക. കാരണം നമ്മൾ മടി പിടിച്ച് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് തന്നെ ആയിരിക്കും നഷ്ടങ്ങൾ. അപ്പോൾ PSCയുടെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും പഠനങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു പുതിയ തുടക്കത്തിനുള്ളൊരു നല്ലൊരു അവസരമാണിത്. അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് തന്നെ പഠനത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു ദിവസം ഒരു 5 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ, അതും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടിയിട്ടുള്ളൊരു സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം ഇന്ന് നോക്കാൻ പോകുന്നത് 2021 നടന്ന ഒരു 10th ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യനാണ്. അത് 2ാം ഘട്ടത്തിൽ നടന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ ഒരു 5 ചോദ്യങ്ങൾ, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ കൂടിയിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2020 ടോറൻറ്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ ഓപ്ഷൻസായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രിയങ്ക ചോപ്ര, വിദ്യാ ബാലൻ, ദീപിക പദുകോൺ, അനുഷ്ക ശർമ്മ. അതിൽ ആൻസർ വരുന്നത് പ്രിയങ്ക ചോപ്രയാണ്. 2022 ടൊറൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈൽ വി വാച്ച്ഡ്. എൻ്റെ സംവിധായകൻ വിനയ് ശുക്ല ആയിരുന്നു. 2022 ടൊറൻറ്റോ വനിതാ ചലച്ചിത്രോത്സവത്തിൽ മികച്ച മനുഷ്യാവകാശ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഡോക്യുമെൻ്ററിയാണ് ഗൗരി. കൊല്ലപ്പെട്ട പത്രപ്രവർത്തക ഗൗരി ലങ്കേഷിൻ്റെ ജീവിതം അടിസ്ഥാനമാക്കി സഹോദരി കവിത ലങ്കേഷ് സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയാണ് ഗൗരി. 2021 46ാമത് ടൊറൻറ്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ ഡിസ്കവറി വിഭാഗത്തിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സിനിമയാണ് പക ദ റിവർ ഓഫ് ബ്ലഡ്. സംവിധാനം നിതിൻ ലൂക്കോസ്. ഇനി 2ാമത്തെ ചോദ്യം എന്ന് നോക്കാം. ജമ്മുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര്. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര്. ഓപ്ഷൻസ്: ഭഗത് സിംഗ് ചൗക്ക്, ചാന്ദിനി ചൗക്ക്, ആസാദ് ചൗക്ക്, ഭാരത് മാതാ ചൗക്ക്. അപ്പോൾ ഇതിൽ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, ഭാരത് മാതാ ചൗക്ക്. ജമ്മുവിലെ മുനിസിപ്പൽ റോഡിനെ ജമ്മു മുനിസിപ്പൽ കോർപ്പറേഷൻ JMC പുനർനാമകരണം ചെയ്തത് അടൽജി ചൗക്ക് എന്നാണ്. അപ്പോൾ ജമ്മുവിലെ മുനിസിപ്പൽ റോഡിനെ ജമ്മു മുനിസിപ്പൽ കോർപ്പറേഷൻ പുനർനാമകരണം ചെയ്തത് അടൽജി ചൗക്ക് എന്നാണ്. ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ചാന്ദിനി ചൗക്ക്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞത് ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ആണ് ചാന്ദിനി ചൗക്ക്. ഇനി അടുത്ത ചോദ്യം. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക്, ചിക്കാഗോ, ലാസ് വേഗാസ്, ലോസ് ആഞ്ചലസ്. അതിൽ ലോസ് ആഞ്ചലസ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ലോസ് ആഞ്ചൽസ്. അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കോട്ടിങ്ങാണ്. അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്നത് ജൂൺ 21 ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനം ആദ്യമായി ആചരിക്കപ്പെട്ടത് ജൂൺ 21, 2015 മുതലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആദ്യമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ യോഗാ ദിനം 2015 ജൂൺ 21 യോഗാ ദിനമാണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുള്ള യോഗാ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി.
അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയത് UN ജനറൽ അസംബ്ലിയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയത് UN ജനറൽ അസംബ്ലിയാണ്. യോഗയുടെ ഘടകങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന വേദമാണ് ഋഗ്വേദം. അപ്പോൾ ഋഗ്വേദത്തിൽ എന്താണ് യോഗയുടെ ഘടകങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവുമധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ. ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവുമധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ. ഓപ്ഷൻ പഞ്ചാബി, തെലുങ്ക്, ഹിന്ദി, ബംഗാളി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. 2020 എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. 2ാം സ്ഥാനം ചൈനീസിലെ മൻഡാരിൻ. ചൈനയിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് മൻഡാരിൻ, അതാണ് 2ാം സ്ഥാനം. 1ാം സ്ഥാനം ഏതാണ്? ഇംഗ്ലീഷിനാണ്. 3ാം സ്ഥാനത്തുള്ളതാണ് നമ്മളോട് ഇപ്പോൾ ചോദ്യം ചോദിച്ചത്, അത് ഹിന്ദി. അപ്പോൾ 1 ഇംഗ്ലീഷ്, 2 ചൈനീസിലെ മൻഡാരിൻ, 3 ഹിന്ദി. ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകളിൽ ലോകത്ത് മലയാളത്തിൻ്റെ സ്ഥാനം 26ാമതാണ്. ഏറ്റവും അധികം ഇന്ത്യക്കാർ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് തെലുങ്കാണ്. 1ാമത്തെ ഭാഷ ഹിന്ദി, 2ാം സ്ഥാനത്ത് ബംഗാളി, 3ാമത്തത് തെലുങ്ക്. ഏറ്റവും അധികം രാജ്യങ്ങളിൽ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ ഭാഷയാണ് തമിഴ്. ഏറ്റവും അധികം ഇന്ത്യൻ ഭാഷകളിൽ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ ഭാഷയാണ് തമിഴ്. ഇനി 5ാമത്തെ ചോദ്യം, 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആര്? 2020 ഫെബ്രുവരിയിൽ, അത് അന്നത്തെ കറണ്ട് അഫെയർ ആണ്. ആൻസർ വരുന്നത് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക പരിപാടിയാണ് നമസ്തേ ട്രംപ്. ചരിത്രത്തിൽ ആദ്യമായി 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡ്വൈറ്റ് ഡി ഐസനോവർ. 2022 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ബോറിസ് ജോൺസൺ. ഗുജറാത്ത് സന്ദർശിക്കുന്ന ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ബോറിസ് ജോൺസൺ ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.